അടുത്താണ് പ്രോബ്ലം 3 അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വെയിൽ തേർഡ് പ്രോബ്ലം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുന്നേ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രോബ്ലം 1ഉം പ്രോബ്ലം 2ഉം അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വെയിൽ. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളത്തിൽ ലോഡ് ഇല്ലേനും, ഇതിലെന്തുണ്ട് കോളത്തിലും കൂടി ലോഡുണ്ട്. അപ്പോൾ കോളത്തിൽ ലോഡ് വരുമ്പം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പം അതാണ് എന്ത് പ്രോബ്ലം 3 ഫ്രെയിം എന്നാണ്. പിന്നെ എന്താണ്ട് കോളത്തിലൊരു ലോഡുണ്ട്, ഈ 20 kN എന്ന് പറഞ്ഞൊരു ലോഡുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ BMD ആൻഡ് SFD. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിലൊരു ഫ്രെയിം ഉണ്ട്, AB BC BD അങ്ങനെ മെമ്പേഴ്സുള്ള ഒരു ഫ്രെയിം ഉണ്ട്. AB ആൻഡ് BC എന്ന് പറയുന്നത് ഇതിലുള്ള ബീം പോർഷനും BD എന്താണ് ഇതിലെ കോളമാണ്. ഓക്കെ, അപ്പം ABൻ്റെ സ്പാൻ എത്രയാണ് 2 മീറ്റർ ആണ്. അതേപോലെ തന്നെ BCൻ്റെ സ്പാൻ എത്രയാണ് 4 മീറ്റർ ആണ്. ABയിലുള്ളത് ഒരു 15 kN/m ഉള്ളൊരു UDL ആണ് 2 മീറ്റർ ഡിസ്റ്റൻസിൽ. BCയിൽ എന്താണ് 40 kN ലോഡാണ് ആക്ടിങ് അറ്റ് എവിടെയാണ് 4 മീറ്ററിൻ്റെ കറക്റ്റ് ഹാഫിൽ 2 മീറ്ററിൽ. പിന്നെ എന്താ ഉള്ളത്, A എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്, C എന്താണ് ഹിഞ്ചാണ്, D എന്താണ് ഫിക്സഡ് സപ്പോർട്ടാണ്. അടുത്തത് ഈ BD എന്ന് പറയുന്ന കോളാണ്. ഈ കോളത്തിൽ എന്തുണ്ട് 20 kN എന്ന് പറഞ്ഞൊരു ലോഡുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് 2 മീറ്റർ ഫ്രം Bയും അതിൻ്റെ ഡിസ്റ്റൻസ് 3 മീറ്റർ ഫ്രം Dയും. അങ്ങനെ ടോട്ടൽ 5 മീറ്ററാണ് എന്ത് സ്പാൻ ഉള്ളത്. ഓക്കെ, അതിലൊരു ലോഡും ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ EIനെ പറ്റി ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ല. അതേപോലെ തന്നെ മൊമെൻ്റ് ഫിനിഷ് സ്പാനിൻ്റെ താഴത്തൊന്നും ഒന്നും വാല്യൂസ് എഴുതിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ യൂണിവേഴ്സിറ്റിക്കായിട്ട് വരികയാണെങ്കിൽ, അതായത് ക്വസ്റ്റ്യനിൽ EIനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, EI ഈസ് കോൺസ്റ്റൻ്റ് എന്നോ അല്ലെങ്കിൽ EIനെ പറ്റി ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല, കൂടുതൽ ഫിഗറിൻ്റെ താഴത്തൊന്നും എന്ത് തന്നിട്ടില്ല, അതിൻ്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ നമുക്ക് EI ഈക്വൽ ടു എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, ഒന്നും തരാത്തതിനെ കൊണ്ട്. തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ EI ഈക്വൽ ടു കോൺസ്റ്റൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് പാനൽ എന്തായിരിക്കും, I സെയിം ആയിരിക്കും, I ആയിരിക്കും. ഓക്കെ, എല്ലാവരും ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അനാലിസിസിൽ, അതായത് ഫ്രെയിം വിത്തൗട്ട് സ്വെയിൽ ഒരു ലോഡ് ഇങ്ങനെ കോളത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ അനാലിസിസിൽ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുക. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണുമ്പം ഒരു വ്യത്യാസമുണ്ട്, അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം. അതേപോലെ തന്നെ ലാസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണുമ്പോഴും അതിലും എന്തുണ്ട്, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ചെറിയ 2 ചേഞ്ചേ ഉള്ളൂ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലൊന്ന്, അതേപോലെ തന്നെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണുമ്പോഴും ചെറിയൊരു കോളത്തിൻ്റെ പോർഷനിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണുമ്പം സാധാരണ ലോഡ് ഇല്ല കഴിഞ്ഞാൽ 0 ആണ് കൊടുക്കുക. ഇതിലെന്തുണ്ടാവും, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിന് വാല്യൂ ഉണ്ടാവും. അതാണ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിലുള്ള ചേഞ്ച്. ഇതിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിന് വാല്യൂ ഉണ്ടാവും, മറ്റേതെന്താണ് സാധാരണ 0 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ സാധാരണ നമ്മൾ റിയാക്ഷൻസ് എടുക്കുമ്പം കോളത്തിൽ എന്താണ് ലോഡ് ഇല്ലാത്തതിനെ കൊണ്ട് RDH + RBH ഈക്വൽ ടു 0 ആണ് കൊടുക്കുക. ഇവിടെ എന്തുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അത് രണ്ടുമാണ് ചേഞ്ച്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്, ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, ഫൈനൽ മൊമെൻ്റ് ആണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, BMD ആൻഡ് SFD ആണ്. ഓക്കെ, അടുത്തതാണ് സ്റ്റെപ്പ് 1 ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്. സ്റ്റെപ്പ് 1 ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൽ നമ്മൾ സാധാരണ മുന്നേ ഫ്രെയിമിൽ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, ബീം പോർഷൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണും. അതായത് AB പോർഷൻ്റെതും അതേപോലെ തന്നെ BC പോർഷൻ്റെ എന്താണ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണാം. ആദ്യം എന്തെടുക്കുക, AB പോർഷൻ എടുക്കുക, അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാണാം. AB സപ്പോർട്ട്സ് എന്ത് ചെയ്യുക, ഫിക്സഡ് സപ്പോർട്ട് ആക്കുക. അപ്പം ഉണ്ടാവുന്ന മൊമെൻ്റ് ആണ് എന്ത്, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, അപ്പം ആദ്യം സ്പാൻ AB കൺസിഡർ ചെയ്യുക. സ്പാൻ AB കൺസിഡർ ചെയ്യുമ്പം MF of AB എന്തായിരിക്കും, UDL ആണ് ലോഡ്. അതേപോലെ തന്നെ 15 kN/m ഉള്ള UDL ആണ്, 2 മീറ്ററിലാണ്. അപ്പം MF of AB എന്തായിരിക്കും, -WL²/12. അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ എപ്പോൾ എന്തായിരിക്കും മൈനസ് ആയിരിക്കും, റൈറ്റ് സപ്പോർട്ടിൽ എപ്പോൾ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും. അപ്പം MF of AB ഈക്വൽ ടു എന്താണ്, MF of AB ഈക്വൽ ടു -WL²/12 ആയിരിക്കും, UDL അതിനെ കൊണ്ട്. ഓക്കെ, മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പം മൈനസ് ലോഡ് എത്രയാണ് 15 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര 2. അപ്പോൾ 15 × 2²/12 എന്ത് കിട്ടും, -5 kN/m എന്ന് കിട്ടും. അപ്പം MF of AB ആയി. അടുത്തെന്ത് കാണാം, MF of BA ആണ്. MF of BA എന്താണ്, +WL²/12. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ സ്മോൾ w ആണ് എഴുതുക. UDL അതിനെ കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യപ്പോഴും സ്മോൾ w വെച്ചിട്ടാണ്. UDLനെ സാധാ 40 kN അങ്ങനത്തെ കോൺസെൻട്രേറ്റഡ് ലോഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ W വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇത് സ്മോൾ WL²/12. W എത്രയാണ് 15, ലെങ്ത് എത്രയാണ് 2. അപ്പോൾ 15 × 2²/12
എത്ര കിട്ടും 5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും പ്ലസ് 5 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ സ്പാൻ എ ബി ആയി എം എഫ് ഓഫ് എ ബി എം എഫ് ഓഫ് ബി കണ്ടുപിടിച്ചു. അടുത്തെന്താണ് സ്പാൻ ബി സി. സ്പാൻ ബി സിയിൽ ഇതേപോലെ തന്നെ സപ്പോർട്ട്സ് എന്ത് ചെയ്യുക ഫിക്സഡ് സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഉണ്ടാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ് എന്ത് എം എഫ് ഓഫ് ബി സിയും എം എഫ് ഓഫ് സി ബിയും ലോഡ് 40 കിലോ ന്യൂട്ടൻ്റെ കാരണം കൊണ്ട്. അപ്പം എം എഫ് ഓഫ് ബി സി നോക്കാം. ലോഡ് ആക്ടിങ് അറ്റ് സ്പാൻ്റെ സെൻറ്ററിലാണെങ്കിൽ എന്താ ഇക്വേഷൻ -WL/8. അപ്പം -W എത്രയാണ് 40, ലെങ്ത് എത്രയാണ് 4. അപ്പോൾ 40 × 4 / 8 എന്ത് കിട്ടും -20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്തത് എന്താണ് എം എഫ് ഓഫ് സി ബി. എം എഫ് ഓഫ് സി ബി എന്തായിരിക്കും അപ്പം +WL/8 ആയിരിക്കും. W എത്രയാണ് 40, ലെങ്ത് എത്രയാണ് 4 / 8 എന്ത് കിട്ടും +20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം സ്പാൻ എ ബിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ട് സ്പാൻ ബി സിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ട്. ഇനി അടുത്താണ് എന്ത് കോളം പോർഷൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്. ഓക്കെ, അടുത്തതാണ് കോളം ഡി ബി. കോളം പോർഷന് നമ്മൾ വിത്ത് ലോഡ് വരുമ്പം സാധാരണ വിത്തൗട്ട് ലോഡ് വരുമ്പം എം എഫ് ഓഫ് ഡി ബി എം എഫ് ഓഫ് ബി ഡി ഒക്കെ എന്താണ് 0 ആണ്. വിത്തൗട്ട് ലോഡിൽ എന്തില്ല കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഫിക്സ്ഡ് ലോഡിങ് ഇല്ലാത്തതിനെ കൊണ്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. പക്ഷേ വിത്ത് ലോഡിങ്ങിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണുമ്പം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രെയിമിനെ ഈ ഒരു കോളത്തിൽ എങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് നോക്കണം. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പം ഡി എന്തായിരിക്കും ലെഫ്റ്റ് സപ്പോർട്ടായിരിക്കും. ഡി എന്തായിരിക്കും ലെഫ്റ്റ് സപ്പോർട്ടായിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സപ്പോർട്ടായിരിക്കും. ബി എന്തായിരിക്കും റൈറ്റ് സപ്പോർട്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പം ഇവിടുന്ന് അങ്ങനെ നോക്കുമ്പോൾ ഡി എന്തായിരിക്കും ലെഫ്റ്റ് സപ്പോർട്ടായിരിക്കും, ബി എന്തായിരിക്കും റൈറ്റ് സപ്പോർട്ടായിരിക്കും. അങ്ങനെ വേണം എപ്പോഴും ഫ്രെയിം വിത്ത് ലോഡിൽ എന്ത് ചെയ്യാൻ നമ്മൾ നോക്കാൻ. ഓക്കെ, വിത്ത് ലോഡിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുക. അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡി എന്തായിരിക്കും ലെഫ്റ്റ് സപ്പോർട്ടായിരിക്കും, ബി എന്തായിരിക്കും റൈറ്റ് സപ്പോർട്ടായിരിക്കും. ഓക്കെ, അത് എല്ലാവരും ആലോചിക്കുക. അപ്പം ഈ ഒരു കോളം ഡി ബിനെ നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് ബീം പോലെ വെച്ചാൽ എന്തായിരിക്കും ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും അത് കറക്റ്റ് ആയിരിക്കും. ആദ്യം ഡി ലെഫ്റ്റ് സപ്പോർട്ടിൽ പിന്നെ ബി. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, അത് ആലോചിക്കുക എല്ലാവരും. ഓക്കെ, അത് അങ്ങനെ തന്നെ കാണണം. അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഇതേപോലെ അറ്റ് ഡിസ്റ്റൻസ് എ അറ്റ് ഡിസ്റ്റൻസ് ബി വരുമ്പോൾ എന്ത് ചെയ്യും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിന് വാല്യൂസിൽ വ്യത്യാസം വരും. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ തന്നെ നോക്കണം. ഓക്കെ, അതാണ് ഞാനിവിടെ ഒരു ഫിഗർ വരച്ചത്. ഡി ലെഫ്റ്റ് സപ്പോർട്ടിലും ബി എവിടെയാണ് റൈറ്റ് സപ്പോർട്ടിലും. അതാണ് ഞാൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഈ ഒരു ഫിഗറിൽ അങ്ങനെ വരച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പം കാണുന്ന ഫിഗറാണത്. ഡി ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്താണ് റൈറ്റ് സപ്പോർട്ടും. ഓക്കെ, അപ്പോൾ സ്പാൻ ഡി ബി എടുക്കുക. സാധാരണ നമ്മൾ സ്പാൻ എ ബി എന്ന് പറയുമ്പം എ ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്തായിരിക്കും റൈറ്റ് സപ്പോർട്ടായിരിക്കും. അതാണ് സ്പാൻ ഡി ബി എന്ന് എഴുതിയത്. ഡി ലെഫ്റ്റ് സപ്പോർട്ട്, ബി റൈറ്റ് സപ്പോർട്ടും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സപ്പോർട്ടിൽ എപ്പോഴും മൊമെൻറ്റ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. റൈറ്റ് സപ്പോർട്ടിൽ മൊമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും ക്ലോക്ക് വൈസ് ആയിരിക്കും, പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പം എം എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് ആയിരിക്കും. എന്താ ഇക്വേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് 3 മീറ്റർ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഇക്വേഷൻ ഡബ്ല്യു ലോഡ് ഡബ്ല്യു ഇൻറ്റു എം എഫ് ഓഫ് ഡി ബി കാണുമ്പം ലോഡ് ഡബ്ല്യു ഇൻറ്റു അടുത്തുള്ള ഡിസ്റ്റൻസ് അതായത് എ ഇൻറ്റു ദൂരമുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ഓക്കെ, ഇത് ഇങ്ങനെ പഠിച്ച് വെച്ചാൽ ഒന്നും കൂടി ഒരു സിംപ്ലിസിറ്റി ഉണ്ടാവും, അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഈക്വൽ ടു ലോഡ് എത്രയാണ് 20, അപ്പോൾ -20 ഇൻറ്റു എ എത്രയാണ് അടുത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 3 ഇൻറ്റു ദൂരമുള്ള ഡിസ്റ്റൻസ് എത്ര 2, അപ്പോൾ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ എത്രയാണ് 5, അപ്പോൾ 5 സ്ക്വയർ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും -9.6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതാണ് അവിടെ എഴുതിയത്. ഇനി അടുത്തെന്താണ് എം എഫ് ഓഫ് ബി ഡി. എം എഫ് ഓഫ് ബി ഡി എപ്പോൾ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും. ബിയിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെൻറ്റ് വരും, അപ്പോൾ പ്ലസ് ആയിരിക്കും. അപ്പോൾ പ്ലസ് ബിയിൽ എടുക്കുമ്പോൾ എന്താണ് ലോഡ് ഡബ്ല്യു ഇൻറ്റു അടുത്തുള്ള ഡിസ്റ്റൻസ് എന്താണ് ബി, ദൂരമുള്ള ഡിസ്റ്റൻസ് ഏതാണ് ബി സപ്പോർട്ടിൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് ബിയും ദൂരമുള്ള ഡിസ്റ്റൻസ് ഏതാണ് ബീനെ വെച്ച് നോക്കുമ്പോൾ ദൂരമുള്ള ഇതാണ് എ, അപ്പം എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് എൽ സ്ക്വയർ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും 20 ഇൻറ്റു 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു എ എത്രയാണ് 3, അപ്പോൾ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ് 5, അപ്പോൾ 5 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 14.4 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതാണ് എന്ത് എം എഫ് ഓഫ് ബി ഡി. അപ്പം കോളം പോർഷൻ വിത്ത് ലോഡ് വരുമ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം. വിത്തൗട്ട് ലോഡ് വരുമ്പം എന്താണ് എം എഫ് ഓഫ് ഡി ബിയും എം എഫ് ഓഫ് ബി ഡി ഒക്കെ എന്താണ് 0 ആണ്. വിത്ത് ലോഡ് വരുമ്പം ഡി ലെഫ്റ്റ് സപ്പോർട്ട്, ബി റൈറ്റ് സപ്പോർട്ടും എടുക്കണം. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം. ഓക്കെ, അതാണെന്ത് സ്റ്റെപ്പ് 1 ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ എഴുതുക. ഓക്കെ, പിന്നെ സ്റ്റെപ്പ് 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. പിന്നെ സ്റ്റെപ്പ് 4 ഫൈനൽ മൊമെൻറ്റ് ആൻഡ് സ്റ്റെപ്പ് 5 BMD ആൻഡ് SFD.
ഓക്കെ, അപ്പം കാര്യമായിട്ട് ഒരു ചേഞ്ച് വരുന്നത് എവിടെയാണ്? ഈ കോളം പോർഷനിലാണ്. ബാക്കിയൊക്കെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഷിയർ ഫോഴ്സ് എത്തുമ്പോഴും ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അതപ്പം പറയാം. അടുത്താണ് സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എഴുതി, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടുത്താണ് സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ആദ്യം എ ബി സ്പാനിൽ എയിലുള്ള മൊമെൻറ്റ് എടുക്കുക, അതാണ് എന്ത്? MAB. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരച്ചതാണ് ഈ ഒരു ഫിഗർ. MAB ഇവിടെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ MAB ഈക്വൽ ടു MF(AB) പ്ലസ് ആദ്യം എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ചെയ്താൽ MF(AB) പ്ലസ് 2EI/L ഇൻറ്റു എ ഫസ്റ്റ് വരുന്നതിനെ കൊണ്ട് 2θA പ്ലസ് θB മൈനസ് 3δL. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MF(AB) എന്ന് പറയുന്നത് -5 പ്ലസ് 2EI. I എന്താണ്? EI ഈക്വൽ ടു കോൺസ്റ്റൻ്റ് നമ്മൾ അസ്യൂം ചെയ്ത്. അപ്പം 2EI ഡിവൈഡഡ് ബൈ ലെങ്ത് എന്താണ്? AB സ്പാൻ്റെ 2. അപ്പോൾ 2EI/2 ഇൻറ്റു 2θA. θA എന്താണ്? ഫിക്സഡ് സപ്പോർട്ട്, അതിനെ കൊണ്ട് θA എന്താണ്? 0. 2 × 0 പ്ലസ് θB. B എന്താണ്? ജോയിൻ്റ് ആണ്, ഫിക്സഡ് സപ്പോർട്ട് അല്ല, അപ്പോൾ ജോയിൻ്റ് ആണ്. ജോയിൻറ്റ് ബിയിൽ അപ്പോൾ എന്തുണ്ടാവും? അതായത് ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ എന്തുണ്ടാവും? സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് θB മൈനസ് 3δL. 3δL എന്താണ്? ഡെൽറ്റ എന്താണ്? 0 ആണ്. കാരണം എന്താ? വിത്തൗട്ട് സ്വേ ആണ്. അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ ആണ്. ഓക്കെ, അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ ആയതുകൊണ്ട് ഡെൽറ്റൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -5 പ്ലസ് EI θB എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം MAB ആയി. അടുത്തെന്താണ്? AB സ്പാനിൽ ബിയിലുള്ള മൊമെൻറ്റ്, അതാണ് എന്ത്? MBA. ഓരോ സ്പാൻ എടുക്കുക, എയിലുള്ളത് എഴുതുക, ബിയിലുള്ളത് എഴുതുക. അടുത്തെന്താണ്? MBA. MBA എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം MBA ഇതേപോലെ എന്തുണ്ടാവും? AB സ്പാനിൽ ബിയിൽ എന്തുണ്ടാവും? മൊമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം MBA ഈക്വൽ ടു MF(BA) പ്ലസ് 2EI/L ഇൻറ്റു 2θB. B ഫസ്റ്റ് വരുന്നതിനെ കൊണ്ട് 2θB പ്ലസ് θA മൈനസ് 3δL. അടുത്ത സ്റ്റെപ്പിൽ MF(B) എന്താണ്? 5 പ്ലസ് 2EI. I കോൺസ്റ്റൻ്റ് അതിനെ കൊണ്ട് 2EI ഡിവൈഡഡ് ബൈ ലെങ്ത് എന്താണ്? 2 ഇൻറ്റു 2θB പ്ലസ് θA എന്താണ്? 0 ആണ്. മൈനസ് 3δL എന്താണ്? 0 ആണ്. θA ഫിക്സഡ് സപ്പോർട്ട് അതിനെ കൊണ്ട് എന്താണ്? θA 0. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 പ്ലസ് 2EI θB എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 2 കൊടുക്കുക. അപ്പം AB സ്പാനിലുള്ള രണ്ട് മൊമെൻറ്റ്സും കണ്ടുപിടിച്ച് MABയും കണ്ടുപിടിച്ച് MBAയും കണ്ടുപിടിച്ച്. അടുത്ത എന്താണ്? BC സ്പാനാണ്. BC സ്പാനിൽ ആദ്യം എന്ത് കാണുക? MBC കാണുക. MBC ഈക്വൽ ടു എന്താണ്? MF(BC) പ്ലസ് 2EI/L ഇൻറ്റു 2θB. B ഫസ്റ്റ് ഉള്ളതിനെ കൊണ്ട് 2θB പ്ലസ് θC മൈനസ് 3δL. അടുത്ത സ്റ്റെപ്പിൽ MF(BC) എന്താണ്? -20 പ്ലസ് 2EI/ ലെങ്ത് എന്താണ്? BC സ്പാനിൽ 4. അപ്പോൾ 2EI/4. I ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് അതിനെ കൊണ്ട് I ആണ്. അപ്പോൾ 2EI/4 ഇൻറ്റു B എന്താണ്? ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിൽ എന്തുണ്ടാവും? സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ 2θB പ്ലസ് C എന്താണ്? ഹിഞ്ചാണ്. അപ്പോൾ അതിനും എന്തുണ്ടാവും? സ്ലോപ്പ് ഉണ്ടാവും, θC. അപ്പോൾ 2θB പ്ലസ് θC മൈനസ് 3δL വിത്തൗട്ട് സ്വേ അതിനെ കൊണ്ട് എന്താണ്? 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -20 പ്ലസ് EI θB പ്ലസ് EI θC/2 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബീം പോർഷനിൽ, അതായത് AB ആൻഡ് BC എന്ന് പറയുന്ന ബീം പോർഷനിൽ സിയിലുള്ള മൊമെൻ്റ് ആണ് അടുത്തത്. അതെന്താണ്? MCB. MCB ഈക്വൽ ടു ആദ്യം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക. MF(CB) പ്ലസ് 2EI/L ഇൻറ്റു 2θC പ്ലസ് θB മൈനസ് 3δL. MF(CB) എന്താണ്? 20 പ്ലസ് 2EI/ ലെങ്ത് എത്രയാണ്? 4. അപ്പോൾ 2EI/4 ഇൻറ്റു 2θC പ്ലസ് θB എന്ന് വരും. ഡെൽറ്റ എന്താണ്? 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 പ്ലസ് EI θC പ്ലസ് EI θB/2 എന്ന് വരും. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 4 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തെന്താണ്? കോളം പോർഷനിലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ് ഞാൻ പറയാം. അപ്പം നമ്മൾ സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ ആദ്യം ബീം പോർഷൻ ആയിട്ടുള്ള AB സ്പാൻ കൺസിഡർ ചെയ്ത് പിന്നെ BC സ്പാൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതി. അടുത്തത് എന്താണ്? കോളം പോർഷനാണ്. കോളം പോർഷൻ അതിലെന്ത് എഴുതണം? അതിന് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതണം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കോളത്തിന് എവിടെ നിന്ന് നോക്കുക? ഈ സൈഡിൽ നിന്ന് നോക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുക. റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പം D ലെഫ്റ്റ് സപ്പോർട്ട്, B എന്താണ്? റൈറ്റ് സപ്പോർട്ടുമാണ്. അങ്ങനെയാണ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എഴുതിയത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തുക? ഇതിൻ്റെ മൊമെൻറ്റും എഴുതുക, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക. അതായത് MDB ഈക്വൽ ടു എന്ത് വരും? MF(DB) പ്ലസ് 2EI/L ഇൻറ്റു 2θD. D ഫസ്റ്റിലാണ് കൊണ്ട് 2θD പ്ലസ് θB മൈനസ് 3δL. ആദ്യം എന്ത് ചെയ്തുക? MDB എഴുതുക. ഓക്കെ, അപ്പം
അത് ഞാൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എം എഫ് ഓഫ് ഡി ബി ഫസ്റ്റ് എഴുതിയതിനെ കൊണ്ട് എഴുതിയെന്നേ ഉള്ളൂ. എം ഡി ബി ഈക്വൽ ടു എന്ത് വരും, ഇങ്ങനെ ഇക്വേഷൻ വരും. അടുത്ത സ്റ്റെപ്പിൽ എം എഫ് ഓഫ് ഡി ബി എന്താണ് -9.6 പ്ലസ് ഐ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2EI ഡിവൈഡഡ് ബൈ ലെങ്ത് എന്താണ് 5 ഇൻറ്റു 2 തീറ്റ ഡി എന്താണ് 0, ഫിക്സഡ് സപ്പോർട്ട് അതിനെക്കൊണ്ട് തീറ്റ ഡി ഈക്വൽ ടു 0 പ്ലസ് പിന്നെ എന്താ ഉള്ളത് തീറ്റ ബി ആണ്. അപ്പോൾ 0 പ്ലസ് തീറ്റ ബി -3 ഡെൽറ്റ ബൈ എൽ എന്താണ് അതും 0, വിത്തൗട്ട് സ്വേ അതിനെക്കൊണ്ട് ഡെൽറ്റ എന്താണ് അതും 0. അപ്പം -9.6 പ്ലസ് 2/5 EI തീറ്റ ബി എന്ന് കിട്ടും. ഇതിനെന്ത് കൊടുക്കുക, ഇക്വേഷൻ 5 എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത എന്താണ് എം ബി ഡി. എം ഡി ബി എന്ന് പറയുന്നത് മൊമെൻ്റ് ഏത് ഇവിടെയാണ് ഉണ്ടാവുക, ഡി ബി സ്പാനിൽ ഡിയിലാണ് എന്തുണ്ടാവുക എം ഡി ബി ഉണ്ടാവുക. അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ് കേട്ടോ. അടുത്തെന്താണ് എം ബി ഡി ആണ്. എം ബി ഡി ഈക്വൽ ടു എന്താണ് എം എഫ് ഓഫ് ബി ഡി പ്ലസ് 2EI ബൈ എൽ ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ ഡി -3 ഡെൽറ്റ ബൈ എൽ. അപ്പം എം ബി ഡി ഈക്വൽ ടു എന്ത് കിട്ടും 14.4 പ്ലസ് എം എഫ് എഫ് ബി ഡി 14.4 പ്ലസ് 2EI ബൈ ലെങ്ത് എത്രയാണ് 5 ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ ഡി എന്താണ് 0, 3 ഡെൽറ്റ ബൈ എൽ എന്താണ് അതും 0. അപ്പം ഇൻറ്റു 2 തീറ്റ ബി മാത്രം ഉണ്ടാവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 14.4 പ്ലസ് 4/5 EI തീറ്റ ബി എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക ഇക്വേഷൻ 6 എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്തതാണ് സ്റ്റെപ്പ് 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പം സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ സ്പാനിനും എന്ത് ചെയ്തി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. അടുത്തെന്താണ് സ്റ്റെപ്പ് 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പം മുന്നത്തെ സ്റ്റെപ്പിൽ അതായത് സ്റ്റെപ്പ് 2ൽ നമുക്ക് EI തീറ്റ ബി അതേപോലെ തന്നെ EI തീറ്റ സി അങ്ങനെ അൺനോൺസ് ഉണ്ട്. ആ അൺനോൺസ് ഒക്കെ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കണം. ഓക്കെ, അപ്പം മുന്നത്തെ അതായത് സ്റ്റെപ്പ് 2ൽ നമുക്ക് 2 അൺനോൺസ് ആണുള്ളത്, തീറ്റ ബിയും തീറ്റ സിയും, EI തീറ്റ ബിയും EI തീറ്റ സിയും. അപ്പോൾ ആ 2 അൺനോൺസ് എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം. ആ 2 അൺനോൺസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം 2 ജോയിൻസ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒന്നെന്താണ് ജോയിൻറ്റ് ബി. ജോയിൻറ്റ് ബി എന്ത് അപ്ലൈ ചെയ്യുക ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ എന്ത് ചെയ്യുക ജോയിൻറ്റ് സിയിലും എന്ത് ചെയ്യുക ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ജോയിൻറ്റ് ബിയിലും ജോയിൻറ്റ് സിയിലും ജോയിൻറ്റ് എയും ജോയിൻറ്റ് ഡിയും എന്താണ് ഫിക്സഡ് സപ്പോർട്ടാണ്. അപ്പോൾ അതിൽ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജോയിൻറ്റ് ബിയിലും ജോയിൻറ്റ് സിയിലും മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്തിട്ട് അതിനൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ തന്നെ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും ഒരു ഇക്വേഷൻ കിട്ടും. അത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് EI തീറ്റ ബിയും അതേപോലെ തന്നെ EI തീറ്റ സിയും കിട്ടും. ഓക്കെ, 2 അൺനോൺസ് ആണ് ഇവിടെ ഉള്ളത്, EI തീറ്റ ബി ആൻഡ് EI തീറ്റ സി. 2 അൺനോൺസിന് എത്ര ഇക്വേഷൻ വേണം 2 ഇക്വേഷൻ വേണം. 2 അൺനോൺസ് ആകുമ്പം 2 ഇക്വേഷനാണ് വേണ്ടത്. 3 അൺനോൺസ് ആകുമ്പം 3 ഇക്വേഷൻ വേണം. ഓക്കെ, അതേപോലെ 2 അൺനോൺസ് അതിനെ കൊണ്ട് എന്ത് വേണം 2 ഇക്വേഷൻസ് വേണം. അപ്പോൾ ജോയിൻറ്റ് ബി എന്നൊരു ഇക്വേഷൻ കിട്ടും, ജോയിൻറ്റ് സി എന്നൊരു ഇക്വേഷൻ കിട്ടും. അത് രണ്ടും സോൾവ് ചെയ്ത് എന്ത് കിട്ടും ഈ 2 അൺനോൺസ് ഉള്ള വാല്യൂ കിട്ടും. EI തീറ്റ ബിക്കുള്ളതും EI തീറ്റ സിക്കുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യുക കൺസിഡർ ജോയിൻറ്റ് ബി. ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യുമ്പം എന്താ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ബി എന്തായിരിക്കും 0 ആയിരിക്കും. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻറ്റ് ബി എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പം അതാണ് ഇവിടെ ഇത് സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 സിഗ്മ എം ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ജോയിൻറ്റ് ബിയിലുള്ള സം ഓഫ് മൊമെൻറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ജോയിൻറ്റ് ബിയിൽ വരുന്ന ഒരു മൊമെൻറ്റ് എന്താണ് MBA, പിന്നെന്താ വരുന്നത് പ്ലസ് പിന്നെ ഒരു മൊമെൻറ്റ് വരുന്നത് BC സ്പാൻ്റെ MBC പ്ലസ് MBC, പിന്നെ BD സ്പാൻ്റെ MBD പ്ലസ് MBD. അങ്ങനെ ജോയിൻറ്റ് ബിയിൽ വരുന്ന 3 മൊമെൻറ്റ്സിനും കൂടി സം ചെയ്ത് എന്ത് കിട്ടണം 0 കിട്ടണം. അപ്പം AB സ്പാനിലുള്ള MBA പ്ലസ് BC സ്പാനിലുള്ള MBC പ്ലസ് BD സ്പാനിലുള്ള MBD 3 കൂടി മൊമെൻറ്റ് ആഡ് ചെയ്ത് എന്ത് കിട്ടണം 0 കിട്ടണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ MBAൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MBA എന്താണ് 5 + 2 EI തീറ്റ ബി പ്ലസ് MBC എന്താണ് -20 പ്ലസ് EI തീറ്റ ബി പ്ലസ് EI തീറ്റ സി ബൈ 2 പ്ലസ് MBDൻ്റെ വാല്യൂ എന്താണ് സ്റ്റെപ്പ് 2ൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ 14.4 പ്ലസ് 4/5 EI തീറ്റ ബി. അത് 3 കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടണം 0 കിട്ടണം. ഓക്കെ, അപ്പം അതാണ് ഇവിടെ എഴുതിയത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം നമ്പേഴ്സ് ആഡ് ചെയ്യുക 5 - 20 പ്ലസ് 14.4. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും -0.6 എന്ന് കിട്ടും. പ്ലസ് പിന്നെ EI തീറ്റ ബിൻ്റെ ടേംസ് ആഡ് ചെയ്യുക 2 EI തീറ്റ ബി പ്ലസ് EI തീറ്റ ബി പ്ലസ് 4/5 EI തീറ്റ ബി ചെയ്യുമ്പോൾ 19/5 EI തീറ്റ ബി എന്ന് കിട്ടും. ഓക്കെ, പിന്നെ എന്താ ഉള്ളത് EI തീറ്റ സിൻ്റെ ടേമാണ്, അത് ഒറ്റ ഒന്നേ ഉള്ളൂ. അപ്പം പ്ലസ് EI തീറ്റ സി ബൈ 2 = 0.
അടുത്ത ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷനിൽ സാധാരണ നമ്പറിന് എന്ത് ചെയ്യുക ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അതേപോലെ തീറ്റ ബീൻ്റെ ടേം ഫസ്റ്റും തീറ്റ സീൻ്റെ ടേം എന്ത് ചെയ്യുക സെക്കൻഡും ചെയ്ത്. അപ്പം 19/5 EI തീറ്റ ബി പ്ലസ് EI തീറ്റ സി ബൈ 2 ഈക്വൽ ടു എന്ത് കിട്ടും 0.6 കിട്ടും. അതിനെന്ത് കൊടുക്കുക ഇക്വേഷൻ 7 കൊടുക്കുക. ഓക്കെ, അപ്പം ജോയിൻറ്റ് ബി എന്ത് കിട്ടി നമുക്ക് ഇക്വേഷൻ കിട്ടി. അടുത്ത എന്ത് കൺസിഡർ ചെയ്യുക ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് സിയിലാകെ ഒറ്റ സ്പാനേ ഉള്ളൂ BC. അതിൽ അതേപോലെ തന്നെ ഒറ്റ മൊമെൻറ്റേ ഉള്ളൂ, അതെന്താണ് MCB ആണ്. അപ്പം സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻറ്റ് സി ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും MCB എന്ന് പറയുന്നത് മാത്രം ഒറ്റ മൊമെൻ്റ് ഉള്ളൂ. അപ്പോൾ MCB ഈക്വൽ ടു 0. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. അടുത്ത സ്റ്റെപ്പിൽ MCB എന്താണ് 20 പ്ലസ് EI തീറ്റ സി പ്ലസ് EI തീറ്റ ബി ബൈ 2 ഈക്വൽ ടു 0. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യം EI തീറ്റ ബി എഴുതുക, പിന്നെ EI തീറ്റ സി എഴുതുക, പിന്നെ നമ്പറിന് എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക ഈക്വൽ ടു സൈഡിനെ. അപ്പം EI തീറ്റ ബി ബൈ 2 പ്ലസ് EI തീറ്റ സി ഈക്വൽ ടു -20 എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക ഇക്വേഷൻ 8 എന്ന് കൊടുക്കുക. അപ്പോൾ രണ്ട് ഇക്വേഷൻസായി ഇക്വേഷൻ 7ഉം ഇക്വേഷൻ 8ഉം. അപ്പോൾ രണ്ട് അൺനോൺസ് തീറ്റ ബി ആൻഡ് തീറ്റ സി EI തീറ്റ ബി ആൻഡ് EI തീറ്റ സി രണ്ട് അൺനോൺസ് ഉള്ളതിനെ കൊണ്ട് രണ്ട് ഇക്വേഷൻസായി. ഇതിന് എന്ത് ചെയ്യുക കാൽക്കുലേറ്റർ വെച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും EI തീറ്റ ബി ആൻഡ് EI തീറ്റ സി കിട്ടും. മാനുവൽ ആയിട്ടുള്ള ഞാൻ പറയില്ല, മുന്നൊക്കെ ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ചെയ്താൽ മതി മാനുവൽ ആയിട്ടായിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പം കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പം EI തീറ്റ ബി ഈക്വൽ ടു എന്ത് കിട്ടും 2.985 കിട്ടും. EI തീറ്റ സി ഈക്വൽ ടു എന്ത് കിട്ടും -21.49 എന്നും കിട്ടും. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഫോർമാറ്റ് ആയിരിക്കണം രണ്ട് ഇക്വേഷൻസും. ആദ്യം EI തീറ്റ ബി രണ്ട് ഇക്വേഷൻസിൽ ആദ്യം EI തീറ്റ ബി തന്നെ എഴുതണം. അടുത്തെന്താണ് രണ്ട് ഇക്വേഷനിലും EI തീറ്റ സി. ആ ഒരു ഫോർമാറ്റ് കറക്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഫസ്റ്റ് EI തീറ്റ ബി പിന്നെ EI തീറ്റ സി ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്തെ നമ്പർ, അത് രണ്ട് ഇക്വേഷനും ഒരേ ഫോർമാറ്റിലാക്കണം കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് കിട്ടുക നമുക്ക് EI തീറ്റ ബി ആൻഡ് EI തീറ്റ സിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അടുത്തതാണ് എന്ത് സ്റ്റെപ്പ് 4. അതായത് നമ്മളെ സ്റ്റെപ്പ് 2ൽ കിട്ടിയ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ MAB MBA ഒക്കെ എന്ത് ചെയ്യുക ഈ EI തീറ്റ ബി EI തീറ്റ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അതാണെന്ത് അടുത്ത സ്റ്റെപ്പ് 4. അപ്പോൾ അടുത്തതാണ് സ്റ്റെപ്പ് 4 ഫൈനൽ മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതി നമുക്ക് EI തീറ്റ ബി ഈക്വൽ ടു 2.98ഉം EI തീറ്റ സി എന്ത് കിട്ടി -21.49 എന്നും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ് ഫൈനൽ മൊമെൻറ്റ്സ് കാണാമെന്നാണ്. ഫൈനൽ മൊമെൻറ്റ്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് 2 ആയിട്ടുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ EI തീറ്റ ബിയും അതേപോലെ തന്നെ EI തീറ്റ സി എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് EI തീറ്റ ബി ആൻഡ് EI തീറ്റ സി ഇൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. അതായത് സ്റ്റെപ്പ് 2ലുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ EI തീറ്റ ബിയും അതേപോലെ തന്നെ EI തീറ്റ സി എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഫൈനൽ മൊമെൻറ്റ്സ് ആയിട്ടുള്ള AB സ്പാനിലുള്ള MAB അതേപോലെ തന്നെ MBA പിന്നെ BC സ്പാനിലുള്ള MBC MCB പിന്നെ BD സ്പാനിലുള്ള MBD MDB ഒക്കെ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ഫൈനൽ മൊമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിലുള്ള ഫസ്റ്റ് ഇക്വേഷൻ MAB ഈക്വൽ ടു എന്താണ് -5 പ്ലസ് EI തീറ്റ ബി ആണ്. അതിൽ ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തതിനെ കൊണ്ടാണ് ഇക്വേഷൻ 1 ഇംപ്ലൈസ് MAB ഈക്വൽ ടു -5 പ്ലസ് EI തീറ്റ ബി ഈക്വൽ ടു -5 പ്ലസ് EI തീറ്റ ബി എത്രയാണ് 2.98. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -5 പ്ലസ് 2.98 എന്ത് കിട്ടും -2.02 kN എന്ന് കിട്ടും. അടുത്തെന്താണ് MBA ആദ്യം MAB ചെയ്ത MAB എന്ന് പറയുന്നത് AB സ്പാനിൽ എയിലുള്ള മൊമെൻ്റ് ആണെന്ത് MAB. അടുത്ത AB സ്പാനിൽ ബിയിലുള്ള മൊമെൻറ്റ് അതാണെന്ത് MBA. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് എടുത്തതിനെ കൊണ്ട് ഇക്വേഷൻ 2 ഇംപ്ലൈസ് MBA ഈക്വൽ ടു 5 പ്ലസ് 2 EI തീറ്റ ബി. അപ്പോൾ 5 പ്ലസ് 2 ഇൻറ്റു EI തീറ്റ ബി എത്രയാണ് 2.98. അപ്പം MBA എന്ത് കിട്ടും 10.96 kN എന്ന് കിട്ടും. അടുത്തെന്താണ് MBC ഇക്വേഷൻ 3 എടുത്തതിനെ കൊണ്ട് ഇക്വേഷൻ 3 ഇംപ്ലൈസ് MBC ഈക്വൽ ടു എന്താണ് -20 പ്ലസ് EI തീറ്റ ബി പ്ലസ് EI തീറ്റ സി ബൈ 2. അപ്പോൾ -20 പ്ലസ് EI തീറ്റ ബി എത്രയാണ് 2.98 EI തീറ്റ സി എത്രയാണ് -21.49 ബൈ 2 ഉള്ളതിനെ കൊണ്ട് -21.49 ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും -27.77 kN എന്ന് കിട്ടും. അടുത്തെന്താണ് BC സ്പാനിൽ സിയിലുള്ള മൊമെൻറ്റ് MCB. അപ്പോൾ ഇക്വേഷൻ 4 എടുത്തതിനെ കൊണ്ട് ഇക്വേഷൻ 4 ഇംപ്ലൈസ് MCB ഈക്വൽ ടു 20 പ്ലസ് EI തീറ്റ സി പ്ലസ് EI തീറ്റ ബി ബൈ 2. EI തീറ്റ സിയും EI തീറ്റ ബിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 0 എന്ന് കിട്ടും. MCBയിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് DB എന്ന് പറയുന്ന കോളം പോർഷനാണ്. കോളം പോർഷനിൽ ഫസ്റ്റ് എന്തെടുക്കുക MDB ആണ് ഞാൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ ഫസ്റ്റ് എടുത്തത്. അതിന് ഞാൻ എന്താ കൊടുത്തത് ഇക്വേഷൻ 5 ആണ് കൊടുത്തത്. അപ്പോൾ ഇക്വേഷൻ 5 ഇംപ്ലൈസ് MDB ഈക്വൽ ടു -9.6 പ്ലസ് 2/5 EI തീറ്റ ബി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ EI തീറ്റ ബിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -9.6 പ്ലസ് 2/5 ഇൻറ്റു
2.98 എന്ന് വരും. എ തീറ്റ ബി എത്രയാണ്? 2.98. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? -8.41 kN മീറ്റർ എന്ന് കിട്ടും. ലാസ്റ്റ് വൺ എന്താണ്? എം ബി ഡി. ഡി ബി സ്പാനിൽ ബിയിലുള്ള മൊമെൻ്റ് ആണ് എന്ത്? എം ബി ഡി. എം ബി ഡി ഈക്വൽ ടു എന്താണ്? 14.4 + 4/5 എ തീറ്റ ബി. അത് ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 14.4 + 4/5 × എ തീറ്റ ബി എത്രയാണ്? 2.98. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16.75 kN മീറ്റർ എന്ന് കിട്ടും. അപ്പം നമ്മൾ എ ബി സ്പാന്, ബി സി സ്പാന്, ഡി ബി സ്പാനിലൊക്കെ ഉള്ള എന്ത് കണ്ടുപിടിച്ച്? മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് ഫൈനൽ മൊമെൻറ്റ് വെച്ചിട്ട്. സ്റ്റെപ്പ് 4 നമ്മൾ എന്ത് ചെയ്ത്? ഇത്രയും മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് അടുത്തെന്താണ്? ഈ കിട്ടിയ മൊമെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കലാണ്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പ് 5 ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് 5 ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ആദ്യം എന്ത് വരയ്ക്കുക? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് നമ്മൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യുക? സ്പാൻ എ ബി കൺസിഡർ ചെയ്യുക. സ്പാൻ എ ബിയിൽ സപ്പോർട്ട്സ് എന്ത് ചെയ്യുക? സിംപ്ലി സപ്പോർട്ടഡ് ആക്കുക. അതേപോലെ തന്നെ മൊമെൻറ്റ്സും ലോഡും മാർക്ക് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത്. സ്പാൻ എ, സ്പാൻ ബി. എയിലുള്ള റിയാക്ഷൻ ആർ എ, ബി എന്ന് പറയുന്നത് ഷെയറിങ് ആയതുകൊണ്ട് RB1. ഇവിടെ ബി സിയിൽ RB2 വരും. ഓക്കെ, അപ്പം RB1 കൊടുക്കുക. പിന്നെ ലോഡ് എന്താണ്? 15 kN/m ആണ്. പിന്നെ എം എ ബി, അതായത് എ ബി സ്പാനിൽ എയിലുള്ള മൊമെൻറ്റ് എത്രയാണ്? -2.02 ആണ്. അതോടെ മാർക്ക് ചെയ്യുക. പിന്നെ 10.96, അതായത് എം ബി എ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ്. ആ മാർക്ക് ചെയ്ത് 10.96 ഇവിടെ മാർക്ക് ചെയ്യാം. എം ബി എ ഈക്വൽ ടു 10.96 ആണ്. പ്ലസ് അതിനെ കൊണ്ട് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. അതിവിടെ മാർക്ക് ചെയ്യാം. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തതാണ്. അത് ഈ എ ബി എന്ന് പറയുന്ന സ്പാനിലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആദ്യം എന്ത് ചെയ്യുക? സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ RA + RB1 ഈക്വൽ ടു എന്ത് കിട്ടും? 15 × 2 എന്ന് കിട്ടും. ലോഡ് 15 kN/m ഉള്ള UDL ആണ്. അപ്പം 2 മീറ്റർ ആണ് ലെങ്ത്. അപ്പോൾ 15 × 2 = 30 kN എന്ന് കിട്ടും. അപ്പോൾ RA + RB1 ഈക്വൽ ടു എന്താണ്? 30 kN. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 9 എന്ന് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ കൊടുത്ത ഇക്വേഷൻ 8 അതിനെക്കൊണ്ട് ഇതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 9 എന്ന് കൊടുക്കുക. ഇനി RA RB1 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്തെടുക്കുക? ഏതെങ്കിലും എയിലേക്കോ ബിയിലേക്കോ എന്തെടുക്കുക? മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് എടുത്ത്? മൊമെൻറ്റ് എയിലേക്ക് എടുത്ത്. അപ്പോൾ സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുക. അപ്പം എയിലേക്ക് എടുക്കുമ്പം ആദ്യം എന്തുണ്ട്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 2.02 ഉണ്ട്. അപ്പം -2.02. പിന്നെ എന്തുണ്ട്? ക്ലോക്ക് വൈസ് ആയിട്ട് 10.96 ഉണ്ട്. എയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ 10.96 എന്താണ്? ക്ലോക്ക് വൈസ്. അപ്പോൾ +10.96. പിന്നെ എന്താ ഉള്ളത്? RB1 ഉണ്ട്. RB1 എയിലേക്ക് എന്താ ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം -RB1 × എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ -2 RB1 പ്ലസ് ലോഡ് എന്തുണ്ട്? 15 kN/m ഉണ്ട്. UDL ആണ്. അതിനെ സാധാ ലോഡാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 15 × എത്രയാണോ ഡിസ്റ്റൻസ് ഉള്ള ഡിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക, ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15 × 2. അതിനങ്ങനെ ലോഡാക്കുമ്പം അതെവിടെ വന്ന് നിൽക്കുക? കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുക. എത്രയാണോ ലെങ്ത് ഉള്ളത് ആ ലെങ്ത്തിൻ്റെ പകുതിയിലാണ് എന്ത് ചെയ്യുക? അത് വന്ന് നിൽക്കുക അതിനെ ലോഡാക്കുമ്പോൾ. അപ്പം 2 മീറ്ററിൻ്റെ പകുതിയിലാണ് എന്ത് ചെയ്യുക? അത് വന്ന് നിൽക്കുക. അപ്പം എന്ത് വരും? 15 × 2 × 1 എന്ന് വരും. ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, അപ്പോൾ അറിയുണ്ടാവും. അപ്പം 15 × 2 UDLനെ സാധാ ലോഡാക്കുക. ആ ലോഡ് എവിടെ നിൽക്കുക? സ്പാനിൻ്റെ പകുതിയിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ 2 മീറ്ററാണ് ഇവിടെ സ്പാന്. അപ്പോൾ അതിൻ്റെ പകുതി 1 മീറ്റർ. അപ്പോൾ 15 × 2 × 1 ഈക്വൽ ടു എന്താണ്? 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം 2 RB1 ഈക്വൽ ടു എന്ത് കിട്ടും? 38.94 എന്ന് കിട്ടും. RB1 എന്ത് കിട്ടും? 19.47 kN എന്ന് കിട്ടും. യൂണിറ്റ് kN എഴുതാൻ മറക്കരുത്. ഇനി RB1 കിട്ടി നമുക്ക്. ഇനി എന്ത് ചെയ്യുക? RA + RB1 ഈക്വൽ ടു 30 kN എന്ന് പറഞ്ഞ ഇക്വേഷൻ 9 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? RB1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? RA കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ എഴുതിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് RB1 ഇൻ ഇക്വേഷൻ 9. RA ഈക്വൽ ടു, അപ്പോൾ RA ഈക്വൽ ടു എന്ത് കിട്ടും? 30 - RB1 ഈക്വൽ ടു 30 - RB1 എത്രയാണ്? 19.47. 30 - 19.47 എന്ന് കിട്ടും. എത്ര കിട്ടും? 10.53 kN എന്ന് കിട്ടും. അപ്പം എ ബി സ്പാനിൽ RA കണ്ടുപിടിച്ച് RB കണ്ടുപിടിച്ച്. ഓക്കെ, RA കണ്ടുപിടിച്ച് RB1 കണ്ടുപിടിച്ച്. RA 10.53 RB1 എന്താണ്? 19.47 kN. ഓക്കെ, ഇനി ഇതേപോലെ എന്ത് ചെയ്യുക? കൺസിഡർ സ്പാൻ ബി സി. അടുത്തത് സ്പാൻ ബി സി കൺസിഡർ ചെയ്യുക. സ്പാൻ ബി സി ഇതേപോലെ തന്നെ സപ്പോർട്ട്സ് എന്ത് ചെയ്യുക? സിംപ്ലി സപ്പോർട്ടഡ് ആക്കുക. എന്നിട്ട് അവിടെയുള്ള ലോഡും റിയാക്ഷനും മൊമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പം സ്പാൻ ബി സിയിൽ ബിയിൽ എന്താണ് റിയാക്ഷൻ? RB2. കാരണം എ ബിയിൽ എന്താണ്? ബി ഷെയറിങ് ആയതുകൊണ്ട് എ ബിയിൽ RB1 എടുക്കുക. ബി സിയിൽ എന്താ വരിക? റിയാക്ഷൻ RB2. പിന്നെ സിയിലുള്ള റിയാക്ഷൻ എന്താണ്? RC. പിന്നെ 40 kN ലോഡ്. പിന്നെ മൊമെൻ്റ് അറ്റ് എം ബി സി എന്താണ്? -27.77 ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കണം. എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മൊമെൻ്റ് അറ്റ് സി എന്താണ്? 0 ആണ്. അതും മാർക്ക് ചെയ്യുക. പിന്നെ 40 kN എവിടെ ഉള്ളത്? കറക്റ്റ് ഹാഫിലാണുള്ളത്. 2 മീറ്ററിലാണുള്ളത്. ഓക്കെ,
ആദ്യം സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ RB2 പ്ലസ് RC ഈക്വൽ ടു എന്ത് കിട്ടും? 40 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്മൾ RA പ്ലസ് RB1 ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ ഇക്വേഷൻ 9 കൊടുത്താൽ ഇനെന്ത് കൊടുക്കുക? RB2 പ്ലസ് RC ഈക്വൽ ടു 40 എന്ത് കൊടുക്കുക? ഇക്വേഷൻ 10 കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ RB2 അതേപോലെ തന്നെ RCയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ഒന്നെങ്കിൽ ജോയിൻ ബിയോ അല്ലെങ്കിൽ ജോയിൻ സിയോ എടുക്കുക. ഞാൻ ഇപ്പോൾ എങ്ങോട്ട് എടുത്ത്? ജോയിൻ ബി എടുത്ത്. അപ്പോൾ സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻ ബി ഈക്വൽ ടു 0. അപ്പം ആദ്യം എന്തുണ്ട്? 27.77. അത് ബിയിലേക്ക് എന്താ ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് 27.77. പിന്നെ RB2 എന്തുണ്ടാവില്ല? ബിയിലേക്ക് മൊമെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ എന്താ ഉള്ളത്? 40 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 40ക്ക് എന്തുണ്ടാവും? ബിയിലേക്ക് എന്താ ഡയറക്ഷൻ? 40ൻ്റെത് ക്ലോക്ക് വൈസ്. അപ്പം പ്ലസ് 40 ഇൻറ്റു 2. ലോഡ് 40 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ പ്ലസ് 40 ഇൻറ്റു 2. ക്ലോക്ക് വൈസ് അതിനെ കൊണ്ട് പ്ലസ് 40 ഇൻറ്റു 2. പിന്നെ അടുത്തത് 0 ആണ്, മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണുള്ളത്? RC ആണ്. RC ഇതേപോലെ തന്നെ ബിയിലേക്ക് എന്താ ഡയറക്ഷൻ വരച്ച് നോക്കുക. ബിയിലേക്ക് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം മൈനസ് RC ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 4. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4RC ഈക്വൽ ടു 52.23 എന്ന് കിട്ടും. RC എന്ത് കിട്ടും? 13.05 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ RCൻ്റെ വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 10ൽ RCനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? RB2 കണ്ടുപിടിക്കുക. അപ്പോൾ RB2 ഈക്വൽ ടു 40 മൈനസ് RC ഈക്വൽ ടു 40 മൈനസ് RC എത്രയാണ്? 13.05. അപ്പോൾ 26.95 എന്ന് കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് RC ഇൻ ഇക്വേഷൻ 10 വി ഗെറ്റ്. ഓക്കെ, അപ്പം RA കണ്ടുപിടിച്ച്, RB1 കണ്ടുപിടിച്ച്, RB2 കണ്ടുപിടിച്ച്, RC കണ്ടുപിടിച്ച്. ഇനി അടുത്തെന്താണ്? കോളമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് സ്പാൻ DB ആണ്, അതായത് കോളത്തിൻ്റെ പോർഷനാണ്. മുന്നേ പ്രോബ്ലം 1ലും പ്രോബ്ലം 2ലൊക്കെ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം എടുക്കുമ്പം നമ്മൾ അതിലെന്തില്ലെന്ന്? ലോഡില്ലെന്നും. ഇപ്രാവശ്യത്തിൽ എന്തുണ്ട്? ലോഡുണ്ട്. അപ്പം ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട്സിനെ സിംപ്ലി സപ്പോർട്ട് ആക്കിയിട്ട് റിയാക്ഷനും മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ലോഡൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ലോഡ് 20 കിലോ ന്യൂട്ടൺ എങ്ങനെയാണ്? ഇവിടുന്ന് അങ്ങോട്ടാണുള്ളത്. അപ്പോൾ സപ്പോർട്ട് അതിനെ താങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിയാക്ഷൻ എന്തായിരിക്കും? സാധാരണ നമ്മൾ ബീമിൽ ഇപ്പം ലോഡ് താഴത്തേക്കാണെങ്കിൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? മുകളിലേക്കായിരിക്കും. അതേപോലെ ഈ കോളത്തിൽ ലോഡ് എങ്ങനെയാണുള്ളത്? റൈറ്റ് സൈഡിലേക്കാണുള്ളത്. അപ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും? ആ സപ്പോർട്ട് റിയാക്ഷൻ എന്തായിരിക്കും? സപ്പോർട്ട് അതിന് ആ ലോഡിനെ താങ്ങാണ് ചെയ്യേണ്ടത്. അപ്പോൾ താങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? ലോഡിനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ബീമിലൊക്കെ ലോഡ് താഴത്തേക്കാണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ എന്തായിരിക്കും? മുകളിലേക്കായിരിക്കും. അതിനെക്കൊണ്ടാണ് തൊട്ട് മുന്നേലൊക്കെ റിയാക്ഷൻ മുകളിലേക്ക് എടുക്കാൻ കാരണം. അപ്പം ഇതിലിപ്പം ലോഡ് റൈറ്റിലേക്കാണുള്ളത്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. അതാണ് ഇവിടെ രണ്ടും മാർക്ക് ചെയ്തത്. പ്രോബ്ലം 1 പ്രോബ്ലം 2ലും ലോഡ് ഇല്ലാത്ത കേസിലൊക്കെ നമ്മൾ റിയാക്ഷൻ ഇതേ ഡയറക്ഷൻ തന്നെയാണ് എടുത്തത്. ഓക്കെ, അപ്പം ഇതിലെന്ത് ചെയ്യുക? അതേ ഡയറക്ഷൻ തന്നെ എടുക്കുക. പ്ലസ് ഇതിൽ ലോഡ് ഉള്ളതിനെ കൊണ്ട് റിയാക്ഷൻ എന്തായാലും ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പം ഡിയിലുള്ള റിയാക്ഷൻ എന്താണ്? RDH ആണ്. RDH എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് D. അതാണ് RDH. കോളത്തിൽ നമ്മൾ എന്തേ കൺസിഡർ ചെയ്യുള്ളൂ? ഹൊറിസോണ്ടലേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം RDH മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബിയിലുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്താണ്? RBH ആണ്. ഓക്കെ, അപ്പം ലോഡ് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് ഇനി അവിടെയുള്ള മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. MDB എത്രയാണ്? 8.41 ആണ്. 8.41 എന്താ ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. മൈനസ് വാല്യൂ കിട്ടിയതിനെ കൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ എന്താ ഉള്ളത്? MBD ആണുള്ളത്. MBD എത്രയാണ്? 16.75 ആണ്. അതെന്താണ്? പ്ലസ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ലോഡ് അറ്റ് ഡിസ്റ്റൻസ് ബിന്ന് എത്രയാണ്? 2 മീറ്ററും ഡിന്ന് എത്രയാണ്? 3 മീറ്ററുമാണ്. ഇനി നമ്മൾ അപ്പം ഇതിൻ്റെ റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ പ്രോബ്ലം 1 പ്രോബ്ലം 2ലും റിയാക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്തത്? ഇതിലുള്ള പോലെ തന്നെയാണ് മാർക്ക് ചെയ്തത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിനെ നേരെ തിരിച്ച് ബീമാക്കുമ്പം നമ്മൾ ബീമിൻ്റെ അതേപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രമൊക്കെ വരയ്ക്കാനുള്ള റീസൺസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ലോഡുള്ള ക്വസ്റ്റ്യനിലും. ഓക്കെ, ഈ കോളത്തിനെ നേരെ പിടിച്ച് തിരിച്ച് ബീമാക്കിയാൽ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം പിന്നെ ഇത് ലോഡ് 20 കിലോ ന്യൂട്ടൺ എങ്ങോട്ടേക്കാണ്? റൈറ്റിലേക്കാണുള്ളത്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ എന്തായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സാധാരണ സം ഓഫ് വെർട്ടിക്കൽ ഈക്വൽ ടു 0 ആണ് എടുക്കുക. ഇതിലെന്തെടുക്കുക? സം ഓഫ് ഹൊറിസോണ്ടൽ ഈക്വൽ ടു 0 എടുക്കുക. അപ്പം RBH പ്ലസ് RDH ഈക്വൽ എന്ത് കിട്ടും? 20 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സാധാരണ പ്രോബ്ലം 1 പ്രോബ്ലം 2ലൊക്കെ RBH പ്ലസ് RDH എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എന്ത് വരും? ആ 20 കിലോ ന്യൂട്ടൺ വരും. RBH പ്ലസ് RDH ഈക്വൽ എന്ത് വരും? 20 കിലോ ന്യൂട്ടൺ വരും. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 11 എന്ന് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇനി ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, ഇതിലിപ്പം ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് എന്ത് വരിക? സാധാരണ RBH പ്ലസ് RDH ഈക്വൽ ടു 0 ആണ് വരും. ഇവിടെ എന്ത് വരും? 20 കിലോ ന്യൂട്ടൺ എന്ന് വരും. ബാക്കി ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കലൊക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ,
അപ്പം അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ബിയോ ഡിയോ എടുക്കുക. സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ഡി ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ അടുത്ത സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 എടുക്കുക. സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 എടുക്കുമ്പം ഇപ്പം എന്തുണ്ട്, സം ഓഫ് മൊമെൻ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0 എടുക്കുക. ആദ്യം 8.41 എടുക്കുക. 8.41 ബിയിലേക്ക് എന്താ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ -8.41. പിന്നെ എന്തുണ്ട്, പിന്നെ അടുത്ത മൊമെൻറ്റ് 16.75 ഉണ്ട്, അതെന്താ ഡയറക്ഷൻ ക്ലോക്ക് വൈസ്, ബിയിലേക്ക് എന്താ ഡയറക്ഷൻ ക്ലോക്ക് വൈസ്, അപ്പോൾ +16.75. പിന്നെ എന്തുണ്ട്, ലോഡ് ഉണ്ട്. ലോഡ് എത്രയാണ്, 20 kN, ഡിസ്റ്റൻസ് എത്രയാണ് 2. അത് ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ച് നോക്കുക. ബിയിലേക്ക് എന്താ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ എന്താണ് -20 × 2. പിന്നെ എന്താ ഉള്ളത്, RDH ആണ്. RDH ഇതേപോലെ ബിയിലേക്ക് എന്താ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, ഇമാജിനറി ആയിട്ട് വരച്ച് നോക്കുക, ക്ലോക്ക് വൈസ്. അപ്പം +RDH × ഡിസ്റ്റൻസ് എത്രയാണ് 5 = 0. അപ്പം 5 RDH = 31.66 എന്ന് കിട്ടും. RDH എന്ത് കിട്ടും, 6.33 kN എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പാൻ ഡി ബിയിൽ സാധാരണ നമ്മൾ RBH + RDH = എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ എന്ത് വരും, 20 kN എന്ന് വരും. അതാണ് ഒരു ചേഞ്ച്. ബാക്കിയൊക്കെ നമ്മൾ പ്രോബ്ലം 1 പ്രോബ്ലം 2 പറഞ്ഞ പോലെ തന്നെയാണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കലും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കലൊക്കെ സെയിം ആണ്. എന്തൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വാല്യൂ വരും, 0ന് പകരം ഇവിടെ ഒരു വാല്യൂ വരും. ബാക്കിയൊക്കെ എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് RDH കിട്ടി 6.33 kN. ഇനി RDH ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം RBH കാണാൻ പറ്റും. RBH എന്താണ്, 20 - RDH. അപ്പോൾ 20 - 6.33 = 13.67 kN എന്ന് കിട്ടും. ഇനി നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അതാണെന്ത് അടുത്ത സ്റ്റെപ്പ്. ഇതിൽ വേറെ കൺഫ്യൂഷൻ ആവാനുള്ള ഒരു കാര്യമില്ല. സാധാരണ നമ്മൾ പ്രോബ്ലം 1 പ്രോബ്ലം 2 പറഞ്ഞ പോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇവിടെ എന്ത് വരും, ഒരു ലോഡും കൂടി വരും. അപ്പം RBH + RDH = എടുക്കുമ്പോൾ എന്ത് വരും, ഒരു 0ന് പകരം എന്ത് വരും, ഒരു വാല്യൂ വരും, 20 kN. ഇത് രണ്ടും ഒരേ സൈഡിലേക്കാണ്. അപ്പോൾ രണ്ടും RBH + RDH. ഇതെന്താണ്, റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വെച്ചത് ബീം പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ RBH + RDH = എന്താണ്, 20 kN. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ്. അപ്പോൾ അടുത്തത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കണം, റിയാക്ഷൻസ് ഒക്കെ എഴുതിക്കണം ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ സാധാരണ ആദ്യം എന്ത് ചെയ്യുക, ABC എന്ന് പറയുന്ന ബീമിന് ആദ്യം എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം മുന്നേ പഠിച്ച പോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, കോളത്തിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രോബ്ലം 1 പ്രോബ്ലം 2 ചെയ്ത പോലെ തന്നെ അതും എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, അപ്പം ആദ്യം എന്താ വരയ്ക്കുക, ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ആദ്യം എന്താ ഉള്ളത്, RA = 10.53. ഇത് നമ്മൾ 0 ലൈന് മുകളിലേക്ക് +10.53 ആകുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുക. ഇത് A. ഇപ്പോൾ ഈ ഒരു പോയിൻ്റാണ് വിചാരിക്കുക. അപ്പം അതാണ് 10.53 എന്ന് വിചാരിക്കുക. അപ്പോൾ അത് വരയ്ക്കുക. ഇനി ഇവിടെ എന്തുണ്ട്, RA = 10.53 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്തുണ്ട്, AB സ്പാനിൽ ലോഡ് ഉണ്ട് 15 kN 2 മീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പം മുകളിലേക്ക് റിയാക്ഷൻ RA = 10.53 ഉണ്ട്. ലോഡ് താഴത്തേക്കുണ്ട്, എത്ര ഉള്ളത്, 15 × 2 ആണുള്ളത്. UDL അതിനെ ലോഡ് ആക്കുമ്പോൾ എന്ത് വരും, 15 × 2 എന്ന് വരും. 15 × 2 എത്ര, 30. അപ്പോൾ മുകളിലേക്ക് 10.53 ഉണ്ട്, താഴത്തേക്ക് എന്തുണ്ട്, 30 ഉണ്ട്. റിയാക്ഷൻ RA മുകളിലേക്ക് 10.53 ഉണ്ട്, ലോഡ് താഴത്തേക്ക് എന്തുണ്ട്, 30 ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, രണ്ടും കൂടി മൈനസ് ചെയ്യാം. +10.53 - 30. അപ്പോൾ 10.53 - 30 എത്ര കിട്ടും, -19.47 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് 10.53 ആകുമ്പം ഇപ്പോൾ ഇവിടെ ആണെന്ന് വിചാരിക്കും 19.47. ഞാൻ മാർക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ 10.53 19.47 എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് 19.47 മാർക്ക് ചെയ്യുക. അപ്പം AB സ്പാനിൽ ബിയിലാണ് എന്തുണ്ടാവുക, 19.47 ഉണ്ടാവുക. കാരണം AB സ്പാനിൽ എന്തുണ്ട്, ആ ലോഡ് B വരെ എന്തുണ്ട്, ആ ലോഡുണ്ട്. അപ്പോൾ 10.53 - 30 കഴിയുമ്പം -19.47 കിട്ടും. അതവിടെ മാർക്ക് ചെയ്യുക, ബിയിൽ മാർക്ക് ചെയ്യുക. ഇനി ബിയിൽ എന്തുണ്ട്, റിയാക്ഷൻ അറ്റ് B ഉണ്ട്, RB1. അതെത്രയാണ്, +19.47. അപ്പോൾ ഈ -19.47 എന്തുണ്ട്, റിയാക്ഷൻ അറ്റ് B ഉണ്ട്, RB1. അതെത്രയാണ്, +19.47. അപ്പോൾ -19.47 + 19.47 എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പം AB സ്പാൻ കഴിഞ്ഞാൽ അടുത്ത എന്തെടുക്കുക, BC സ്പാൻ എടുക്കുക. BC സ്പാനിലുള്ള റിയാക്ഷനാണ്, ഫസ്റ്റ് റിയാക്ഷനാണ് എന്ത്, RB2. അതെത്രയാണ്, 26.95. ഇത് 10.53 ആകുമ്പം ഏകദേശം 26.95 എവിടെ ഉണ്ടാവും നോക്കുക. അപ്പോൾ ഇവിടെ ആണെന്ന് വിചാരിക്കാം. ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബിയും ഈ പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാണെന്ത്, 26.95. ഓക്കെ, ഇനി 26.95 എന്ത് ചെയ്യും, ഇതാണ് 26.95. ഈ 26.95 എന്ത് ചെയ്യും, അതന്നെ ആ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. എവിടെ വരെ, ഈ ലോഡ് 40 kN വരെ എന്ത് ചെയ്യും, ആ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും.
40 എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്, മുകളിലേക്ക് 26, അതായത് റിയാക്ഷൻ 26.95 ഉണ്ട്, താഴത്തേക്ക് ലോഡ് എന്തുണ്ട് 40 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 26.95 മൈനസ് 40. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ റിയാക്ഷൻ മുകളിലേക്ക് 26.95 ഉണ്ട്, ലോഡ് താഴത്തേക്ക് എന്തുണ്ട് 40 ഉണ്ട്. അപ്പോൾ 26.95 40, 26.95 എന്ത് കുറയ്ക്കുക, 40 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് 13.05. ഇത് 19 ആകുമ്പം 13 ഏകദേശം ഈ പോയിൻ്റാണെന്ന് വിചാരിക്കുക. അപ്പം മൈനസ് 13.05 അതിനെ കൊണ്ട് ഈ 0 ലൈൻ്റെ താഴത്ത്. അപ്പം അത് ജോയിൻ ചെയ്യാം സ്കെയിൽ വെച്ചിട്ട് 13.05 അതിവിടെ മാർക്ക് ചെയ്യുക. ഇനി 13.05 എന്ത് ചെയ്യും, വേറെ സി വരെ എന്തില്ല, ലോഡൊന്നുമില്ല. അപ്പോൾ സി വരെ എന്ത് ചെയ്യും, ആ 13.05 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സിയിലെത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്, റിയാക്ഷൻ ഓഫ് സി മുകളിലേക്കുണ്ട്, അത് എത്രയാണ്, പ്ലസ് 13.05. അപ്പോൾ മൈനസ് 13.05, പിന്നെ സിയിലെത്തിയാൽ എന്തുണ്ട്, റിയാക്ഷൻ അറ്റ് സി മുകളിലേക്കുണ്ട്, പ്ലസ് 13.05. അപ്പോൾ മൈനസ് 13.05 പ്ലസ് 13.05 എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ളതിന് പ്ലസ്സും മാർക്ക് ചെയ്യുക, താഴത്തേക്കുള്ളതിന് എന്ത് മാർക്ക് ചെയ്യുക, മൈനസും മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബീമിൻ്റെ എന്ത് വരച്ച്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ച്. ഇനി എന്തിൻ്റെ വരയ്ക്കണം, കോളത്തിൻ്റെ വരയ്ക്കണം. ഓക്കെ, അടുത്തത് സ്പാൻ ഡി ബി ആണ്. സ്പാൻ ഡി ബിയിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. മുന്നത്തെ സ്റ്റെപ്പ് അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും എന്ത് ചെയ്യാൻ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ സ്പാൻ ഡി ബി എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റിയാക്ഷൻസ്. റിയാക്ഷൻ സപ്പോർട്ട് റിയാക്ഷൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത് നമ്മൾ, ആർ ഡി എച്ചും അതേപോലെ തന്നെ ആർ ബി എച്ചും. ഇവിടെ നിന്ന് എന്തുണ്ട്, 20 kN ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ബീമിലൊക്കെ വരയ്ക്കുമ്പം റിയാക്ഷൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും പ്ലസ്സും, താഴത്തേക്ക് എന്താണ് മൈനസും ആണ്. അതാണ് നമ്മൾ സാധാരണ ഈ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പം സപ്പോർട്ട് റിയാക്ഷൻ്റെ മുകളിലേക്ക് പ്ലസ്സും, താഴത്തേക്ക് എന്താണ് മൈനസാണ്. അപ്പോൾ കോളം എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് വെച്ചത് എന്താവും, ബീമാവും. അപ്പം കോളത്തിൻ്റെതും സെയിം ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സപ്പോർട്ട് റിയാക്ഷൻ്റെ മുകളിലേക്ക് പ്ലസ്സും, താഴത്തേക്ക് എന്താണ് മൈനസും ആണ്. ഓക്കെ, ഈ കോളത്തിന് നമ്മൾ നേരെ തിരിച്ച് വെച്ചത് എന്താണ്, ബീമാണ്. അപ്പം നമ്മൾ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബീമിന് ചെയ്ത പോലെ തന്നെയാണ് എവിടെയും ചെയ്യുന്നത്, കോളത്തിനും ചെയ്യുന്നത്. ജസ്റ്റ് ആ ബീമിനെ നേരെ ഇങ്ങനെ തിരിച്ച് വെക്കണമെന്നേ ഉള്ളൂ. ഇതിങ്ങനെ നേരെ തിരിച്ച് വെച്ച് എന്താണ്, കോളാണ്. അപ്പം റിയാക്ഷൻ്റെ മുകളിലേക്ക് പ്ലസ്സും, താഴത്തേക്ക് എന്താണ് മൈനസും ആണ്. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനും ചെയ്യണത്. ഓക്കെ, അതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം, സപ്പോർട്ട് ഡി ചെയ്യണം. കാരണം ഈ കോളത്തിനെ നേരെ തിരിച്ചിങ്ങനെ ബീമാക്കുമ്പം ലെഫ്റ്റ് സപ്പോർട്ട് ഏതാണ്, ഡി ആണ്. അപ്പം ഡിയിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് റിയാക്ഷൻ മാർക്ക് ചെയ്യണം. സാധാരണ നമ്മൾ എ ബി ബീമിൽ എയിലല്ലോ ഫസ്റ്റ് റിയാക്ഷൻ ആറെ മാർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ ഡി ബി എന്ന് പറയുന്ന ബീമിൽ, ഡി ബി എന്ന് പറയുന്ന കോളത്തിൽ ഡിയിലാണ് എന്ത് മാർക്ക് ചെയ്യേണ്ടത്, ആദ്യത്തെ റിയാക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ആർ ഡി എച്ച് എത്രയാണ്, പ്ലസ് 66.33 ആണ്. അപ്പം ഇതാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പം ഡിയിൽ എന്താണ്, ആർ ഡി എച്ച് ആണ്. ആർ ഡി എച്ച് എത്രയാണ്, പ്ലസ് 6.33 ആണ്. അപ്പം സപ്പോർട്ട് റിയാക്ഷൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ പ്ലസ് 6.33 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇതാണ് 6.33 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ ചെയ്താൽ 6.33. സാധാരണ ബീം ചെയ്യണ പോലെ തന്നെ അപ് ടു 20 kN എന്തില്ല, ഇനി വേറെ ഒന്നും ഇല്ല. അപ്പോൾ അപ് ടു 20 kN എന്തില്ല, വേറെ ഒരു ലോഡും ഇല്ല. അത് മാർക്ക് ചെയ്യുക. സാധാരണ ബീം ചെയ്യണ പോലെ തന്നെ അപ് ടു 20 kN ഈ 6.33 എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാൻ ശരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ മൊത്തത്തിൽ വരച്ചിട്ടില്ല. ജസ്റ്റ് ആ കോളത്തിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ബി ഡി. ആ 20 kN മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, കാരണം ഇത് മുകളിലും ഇത് താഴത്തേക്കാക്കി വരയ്ക്കാൻ അത്ര സ്പേസ് ഇല്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതാൻ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് കോളത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ആ ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6.33 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും 20 kN വരെ. 20 എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്, 6.33 റിയാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലോഡ് 20 എന്തുണ്ട്, റൈറ്റിലേക്കുണ്ട്. 6.33 ലെഫ്റ്റിലേക്കുണ്ട്. ലോഡ് റിയാക്ഷൻ എന്തുണ്ട്, റൈറ്റിലേക്കുണ്ട്. അപ്പം നമ്മൾ സാധാരണ ബീമിൽ മുകളിലേക്കും താഴത്തേക്കും ആണെങ്കിൽ ഇതിലെന്താണ്, ലെഫ്റ്റും റൈറ്റും ആണെന്നേ ഉള്ളൂ. അപ്പം പ്ലസ് 6.33 ലോഡ് എന്തുണ്ട്, നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പം -20. സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് 6.33 ആണ്. ലോഡ് എന്താണ്, താഴത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് അതിനെ കൊണ്ട് എന്താണ്, -20 ആണ്. അപ്പോൾ 6.33 എന്ത് കുറയ്ക്കുക, 20 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും, -13.67 എന്ന് കിട്ടും. സാധാരണ ബീമിൽ ചെയ്യണ പോലെ തന്നെ കോളത്ത് ചെയ്യാം. ഇത് പ്ലസ് 6.33 ആണ്. ലോഡ് എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം -20 പ്ലസ് 6.33 -20 എത്ര കിട്ടും, -13.67 എന്ന് കിട്ടും. ആ -13.67 മാർക്ക് ചെയ്യുക. ഈ ഒരു ലൈനിൻ്റെ എന്തായിരിക്കും, താഴത്തായിരിക്കും. ഇതാണ് നമ്മൾ 0 ലൈൻ, ഇത് പ്ലസ്, ഇത് മൈനസ്. 13.67 എന്ന് പറയുമ്പം ഇതിപ്പോൾ കോളത്തിൻ്റെ മാത്രം കേട്ടോ. ഇപ്പം ഇത് 6.33 എന്ന് പറയുമ്പം ഏകദേശം അതിൻ്റെ ഒരു ഇരട്ടി ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കുക, 13.67.
അപ്പം 6.33 മൈനസ് 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -13.67 എന്ന് കിട്ടും. ഇനി ആ -13.67 എന്ത് ചെയ്യും? ബി വരെ വേറെ ഒന്നും ലോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ബി വരെ എന്ത് ചെയ്യും? ആ -13.67 അങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ബിയിൽ എന്തുണ്ട്? RBH ഉണ്ട്. എത്ര? +13.67. അപ്പോൾ എന്ത് വരും? 0. ഇനി ഈ പോർഷൻ നെഗറ്റീവും ഈ പോർഷൻ എന്താണ്? പോസിറ്റീവുമാണ്. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻ്റെ താഴത്തേക്ക് നെഗറ്റീവും സപ്പോർട്ട് റിയാക്ഷൻ്റെ മുകളിലേക്ക് എന്താണ്? പോസിറ്റീവുമാണ്. ഈ ആദ്യം വരച്ച ABC എന്ന് പറയുന്ന പോർഷൻ ബീമിൻ്റെതാണ്. അടുത്തത് എന്താണ്? കോളത്തിൻ്റെതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് വരയ്ക്കുക. ഇതിൽ കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ല. സാധാരണ ബീമിൽ ചെയ്യണ അതേ സാധനം നമ്മൾ തിരിച്ചിട്ട് എന്ത് ചെയ്യാം? കോളത്തിലാക്കിയിട്ട് ചെയ്യാം. ഇവിടുന്ന് സപ്പോർട്ട് റിയാക്ഷൻ മുകളിലേക്ക് പോസിറ്റീവ്, താഴത്തേക്ക് ലോഡ് താഴത്തേക്ക് എന്താണ്? നെഗറ്റീവ്. അപ്പം 6.33 മൈനസ് 20 ചെയ്യാം. ഇതാണ് നമ്മൾ 0 ലൈന്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പ്ലസും താഴത്തേക്ക് മൈനസും. അപ്പം -13.67 ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് 6.33 ആകുമ്പം അതിൻ്റെ ഡബിൾ, ഏകദേശം അതിൻ്റെ ഡബിൾ. അപ്പോൾ അത് പിന്നെ വേറെ ലോഡൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എവിടെ കണ്ടിന്യൂ ചെയ്യും? ഈ ബി വരെ കണ്ടിന്യൂ ചെയ്യും. ബിയിൽ എന്താണ്? +13.67. അപ്പോൾ 0 കിട്ടും. പ്ലസും മൈനസും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണെന്ത്? ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അടുത്തത് സ്റ്റെപ്പ് 5 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ എഴുതിയിരിക്കുന്നത്? ഇവിടെ ആ ബെൻഡിങ് മൊമെൻറ്റ് ഫൈനൽ മൊമെൻറ്റിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് മാറ്റി എഴുതിയിരിക്കുന്നത്. എല്ലാ സ്പാൻഡതും MAB, MBA, MBC, MCB, MBD ആൻഡ് MDB. ഓക്കെ, പിന്നെ ആ വാല്യൂസാണ് ഇവിടെ എഴുതിയത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണത്തിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ആദ്യം സ്പാൻ AB എടുക്കുക. സ്പാൻ ABയിൽ എന്താ ലോഡുള്ളത്? 15 kN/m ഉള്ള UDL ആണ്. അപ്പോൾ സ്പാൻ ABൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്തായിരിക്കും? ഒരു പാരബോൾ ആയിരിക്കും. വിത്ത് മാക്സിമം ഓർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? WL²/8 ആണ്. അപ്പോൾ W എത്രയാണ്? 15. ലെങ്ത് എത്രയാണ്? 2. അപ്പോൾ 15 × 2²/8 എത്ര കിട്ടും? 7.5 kN/m എന്ന് കിട്ടും. അടുത്ത സ്പാൻ BC. സ്പാൻ BC ഇതേപോലെ തന്നെ 40 kN ആണ് ലോഡ്. ആക്ടിങ് അറ്റ് സെൻറ്റർ ആണ്, അതായത് സ്പാനിൻ്റെ പകുതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്താ വരിക? ട്രയാങ്കിളാണ് വരിക. വിത്ത് മാക്സിമം ഓർഡിനേറ്റ് എവിടെയാണ്? ലോഡിൻ്റെ നേരെ താഴത്ത്. എത്ര വാല്യൂ? WL/4. W എത്രയാണ്? 40. ലെങ്ത് എത്രയാണ്? 4 / 4 എന്ത് കിട്ടും? 40 kN/m എന്ന് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചത്. ഇത് 7.5 ആകുമ്പോൾ 40 എന്താക്കുക? കുറച്ചുകൊണ്ട് വലുതാക്കി തന്നെ വരയ്ക്കുക, സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. ഇനി അടുത്തത് എന്താണ്? BD പോർഷനാണ്. BD പോർഷനിൽ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലോഡ് ഇല്ലാത്തതിനെ കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവില്ല. ഇവിടെ ലോഡ് ഉള്ളതിനെ കൊണ്ട് എന്ത് വരയ്ക്കുക? അതിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. എന്താ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം? അറ്റ് എ ഡിസ്റ്റൻസ് A, അറ്റ് എ ഡിസ്റ്റൻസ് B ആണ്. ഓക്കെ, അപ്പം എന്താ ഇക്വേഷൻ? WAB/L ആണ്. W എത്രയാണ്? 20. A എത്രയാണ്? 3. B എത്രയാണ്? 2 / ലെങ്ത് എത്രയാണ്? 5. എത്ര കിട്ടും? 24 kN/m കിട്ടും. അതാണ് ഇവിടെ കാണിച്ചത്. പിന്നെ ഈ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം ലോഡിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് എന്ത് വരയ്ക്കുക? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ബീമിൽ നമ്മൾ ലോഡിൻ്റെ അതേ സൈഡിലല്ല വരച്ചത്. അതേപോലെ തന്നെ കോളത്തിന് എന്ത് ചെയ്യുക? ലോഡിൻ്റെ അതേ സൈഡിൽ തന്നെ എന്ത് വരയ്ക്കുക? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിലും ഞാൻ ജസ്റ്റ് ആ കോളത്തിൻ്റെ എവിടെയാണോ ലോഡ് കാണാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഈ കോളത്തിൻ്റെ പോർഷൻ മാത്രം ഇവിടെ എന്ത് ചെയ്തിരിക്കണം? വരച്ചിരിക്കണം. ഓക്കെ, ഈ 20 kN ലോഡ് ജസ്റ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ട്രയാങ്കിളിൻ്റെ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഹാഫിലല്ല, 2 മീറ്റർ 3 മീറ്ററിലാണ്. അപ്പോൾ ട്രയാങ്കിൾ എന്ത് വരും? ഈ ഒരു ഷേപ്പിലാണ് വരിക. 20 kN താഴത്ത് മാക്സിമം ഓർഡിനേറ്റ് വരും. 24 WAB/L ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24 kN/m എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം അപ്പോൾ എന്ത് മാർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ MAB മാർക്ക് ചെയ്യുക. MAB എന്താണ്? -2.02. അപ്പം എയിൽ എന്ത് ചെയ്യുക? തമ്പ് വെക്കുക, ബിയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട്. എന്നിട്ട് MAB എത്രയാണ്? -2.02. അപ്പം എയിൽ തമ്പ് വെക്കുക, ബിയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട്. മൈനസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഓക്കെ, അത് A ആയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇനി അടുത്തെന്താണ്? MBAൻ്റെ വാല്യൂ എത്ര? 10.96. അപ്പം ബിയിൽ എന്ത് ചെയ്യുക? തമ്പൊക്കെ എയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് +10.96 അതിനെ കൊണ്ട് കൈന് എന്ത് ചെയ്യുക? തമ്പിന് എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റെപ്പിനാണ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? +10.96 കിട്ടും. ഇതാണ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. അതും B ആയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഇനി അപ്പം AB സ്പാനിൽ MAB -2.02 മാർക്ക് ചെയ്ത് MBA എന്ത് ചെയ്യുക? അതും 10.96 മാർക്ക് ചെയ്ത് ബിയിൽ തമ്പ് വെച്ച് എയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് +10.96 അതിനെ കൊണ്ട് തമ്പ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഈ MABയും MBAയും തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക.
നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ചെയ്യുക. ഓക്കെ, അടുത്ത എന്താണ്? ബി സി സ്പാനാണ്. ബി സി സ്പാനിൽ എന്താണ് ആദ്യമുള്ളത്? എം ബി സി ആണ്. -27.77 kN/m. ബിയിൽ തമ്പ് വെക്കുക, സിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് വാല്യൂ എത്രയാണ്? -27.77. മൈനസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് ഇതെത്രയാണ്? 10.96 ആണ്. ഇതെത്രയാണ്? 2.02 ആണ്. അപ്പോൾ 10.96-നെക്കാട്ടിയും മുകളിലായിരിക്കും എന്ത്? 27.77. അപ്പം ഈ ഒരു പോയിൻ്റാന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത് 40 അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻ്റാന്ന് വിചാരിക്കാം. ഓക്കെ, 27.77. ഇനി അതോടെ മാർക്ക് ചെയ്ത്. ഇനി എം സി ബി എത്രയാണ്? 0. അപ്പം ആ 0 27.77 എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ബീം പോർഷൻ്റെ എന്തായി? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രായി. ഇനി അടുത്തെന്താണ്? കോളം പോർഷനാണ്. കോളം പോർഷനിൽ എം ഡി ബി ഈക്വൽ ടു എന്താണ്? -8.41. അപ്പം ഡിയിൽ തമ്പ് വെക്കുക, ബിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് വാല്യൂ എത്രയാണ്? -8.41. മൈനസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. 24ൻ്റെ 3 വരുന്നത് 8. അപ്പം ഏകദേശം ഇവിടെ ആണെന്ന് വിചാരിക്കാം. -8.41. അതും ഡി ആയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. 8.41 അതിവിടെ എഴുതുക. അടുത്തെന്താണ്? എം ബി ഡി ആണ്. എം ബി ഡി ഇതേപോലെ തന്നെ ബിയിൽ തമ്പ് വെക്കുക, ഡിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് എത്ര വാല്യൂ? 16.75. 16 എന്ന് പറയുമ്പോൾ എന്താ? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. 16.75. ഇത് 8.41 ആണെങ്കിൽ ഏകദേശം അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അപ്പം ഈ ഒരു പോയിൻ്റാന്ന് വിചാരിക്കാം. 16.75. ഇനി 16.75ഉം 8.41 എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം സ്കെയിൽ വെച്ചിട്ട് ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ഷെയ്ഡിങ്ങും പ്ലസും മൈനസും മാർക്ക് ചെയ്യലാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. ഫൈനൽ മൊമെൻറ്റ്സ് അതായത് 2.02, 10.96, 27.70. ഈ ഫൈനൽ മൊമെൻറ്റ്സിൻ്റെ ലൈൻ ജോയിൻ ചെയ്യണതിൻ്റെ മുകളിലേക്ക് പ്ലസും താഴത്തേക്ക് എന്താണ്? മൈനസും ആണ്. ഓക്കെ, അപ്പം ഈ 2.02, 10.96ൻ്റെ താഴത്തേക്ക് ആ ലൈൻ ജോയിനിങ്, ആ രണ്ട് മൊമെൻറ്റിനെ ജോയിൻ ചെയ്യണ ലൈൻ്റെ താഴത്തേക്ക് എന്താണ്? മൈനസാണ്. അപ്പം ഈ ചെറിയൊരു ഭാഗം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇവിടെ അത്രയും ചെറുതായതിനെ കൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് അവിടെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഷെയ്ഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ മൈനസ് വെച്ചിട്ട് മൈനസാണ് സൈൻ വരെ, അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ റീജിയനിൽ ഈ ഇതിൻ്റെ മുകളിലേക്കുള്ള പോർഷൻ എന്താണ്? പ്ലസ് ആയിരിക്കും. താഴത്തേക്ക് എന്താണ്? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ പ്ലസ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ലൈൻ്റെ താഴത്തേനെ കൊണ്ടുള്ള മൈനസും ഉണ്ടാവും. രണ്ടും കൂടി വരുമ്പോൾ എന്താവും? ക്യാൻസൽ ആയിപ്പോവും. അതാണ് അവിടെ ഷെയ്ഡ് ചെയ്യാത്തതും സൈനൊന്നും കാണിക്കാത്തതും. പിന്നെ ഈ 10.96ൻ്റെ താഴത്തുള്ള ഭാഗം എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അതാണ് അവിടെ കാണിച്ചത്. ഇനി അടുത്ത പോർഷൻ ബി സി പോർഷൻ. അവിടെ 27.77 ആണ് ഫൈനൽ മൊമെൻറ്റ്സ്. അത് ജോയിൻ ചെയ്യണതിൻ്റെ ലൈൻ്റെ മുകളിലേക്ക് പ്ലസും താഴത്തേക്ക് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ റീജിയനിൽ ഈ ഒരു പോർഷനിൽ എന്തുണ്ടാവും? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ പ്ലസ്സും ഉണ്ടാവും, ഇതിൻ്റെ താഴത്തെ അതിനെ കൊണ്ടുള്ള മൈനസും ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ എന്താവും? ഇതേപോലെ തന്നെ ക്യാൻസലാവും. ഓക്കെ, അപ്പോൾ ഈ ലൈൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും, താഴത്തേക്ക് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചത്. അത് ഷെയ്ഡ് ചെയ്യാം. ഇനി അടുത്ത കോളം പോർഷൻ. കോളം എന്ന് പറയുന്നത് ബീമിന് നേരെ ഇങ്ങനെ ബീമിൻ്റെ അതേ സംഗതികൾ തന്നെയാണ്. ഈ ബീമിനെ നേരെ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോളത്തിൽ ഇതേപോലെ തന്നെ ഇവിടെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ പ്ലസ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ഫൈനൽ മൊമെൻറ്റ് 16.75, 8.41 അതിൻ്റെ താഴത്തേക്ക് അതിനെക്കൊണ്ട് ആ ലൈൻ ജോയിനിങ്ങിൻ്റെ താഴത്തേക്ക് അതിനെക്കൊണ്ട് എന്തുണ്ടാവും? മൈനസും ഉണ്ടാവും. അപ്പോൾ പ്ലസ്സും മൈനസും കൂടി വരുമ്പോൾ എന്താവും? ആ റീജിയണിൽ സൈനൊന്നും ഉണ്ടാവില്ല. അത് അതിനെക്കൊണ്ട് തന്നെ ഷെയ്ഡും ചെയ്യേണ്ട. 16.75ഉം 8.41 ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനിൻ്റെ മുകളിലേക്ക് എന്താണ്? പ്ലസ് ആണ്. അതാണ് ഇവിടെ പ്ലസ് മാർക്ക് ചെയ്തത്. താഴത്തേക്ക് എന്താണ്? മൈനസാണ്. അതാണ് ഇവിടെ മൈനസ് മാർക്ക് ചെയ്തത്. ഇവിടെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതവിടെ സ്പേസ് ഇല്ലായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്. ഓക്കെ, ഇതാണെന്ത്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ പ്രോബ്ലം 3. സാധാരണ ബീം ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യുക? കോളം വിത്ത് ലോഡ് ചെയ്യുക. കോളം വിത്തൗട്ട് ലോഡ് ഞാൻ മുന്നേ പറഞ്ഞ 2 ക്വസ്റ്റ്യനിൽ വെച്ചിട്ടും അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ.